അപ്പോൾ രാവിലെ വെളുപ്പിന് എണീറ്റ് സമയത്ത് 5:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയാണ്. ഞാനിത് ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ്. ഞാൻ പുതിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അപ്പോൾ രാവിലെ വെളുപ്പിന് എണീറ്റ് സമയത്ത് 5:30 ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ബാക്കിയുള്ളവരൊന്നും എണീറ്റിട്ടില്ല. ഞാനാണ് അവിടെ ഫസ്റ്റ് എണീക്കുന്നത്. അപ്പം ഞാനെനിക്ക് പല്ലിച്ച് കുളിച്ച് റെഡിയായിട്ട് ഞാൻ പഠിക്കാൻ ഇരിക്കുന്നു. എന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ പതുക്കെ സംസാരിക്കുന്നത് അവരുറങ്ങുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പോയി ഫ്രഷായിട്ട് വരാം. അപ്പം ഞാൻ ഫ്രഷായി വന്നു. ഇനി എനിക്ക് നല്ല തണുക്കുണ്ട്. ഞാൻ കുളിച്ചില്ല കേട്ടോ, മേലെ കഴുകിയിട്ടുള്ളൂ. മിനിഞ്ഞാന്ന് വരെ ഞാൻ ഇപ്പോൾ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുതൽ ഞാൻ മേല് കഴുകാറുണ്ട്. തണുപ്പ് കാരണം എനിക്ക് എന്തൊരു സുഖം കിട്ടുന്നില്ല. അവരെ കുളിച്ച് സുഖം കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു തുമ്മലൊക്കെ വരികയാണ്. അതുകൊണ്ട് ജസ്റ്റ് മേല് കഴുകിയിട്ടുള്ളൂ. കാലും കൈയൊക്കെ തണുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പാൻറ്റും കോട്ടും ഇപ്പം തന്നെ ഇടട്ടെ. ഞാൻ കോട്ടൊക്കെ ഇട്ടു. നല്ല തണുപ്പുണ്ട്. ഈ തണുപ്പിട്ട് നിൽക്കാൻ വയ്യ. ഫാനിന് ഞാൻ ഓഫാക്കൂല. എനിക്ക് എത്ര തണുപ്പുണ്ടെങ്കിൽ ഫാന് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തണുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയാണ്. ഞാനിത് ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ്. ഞാൻ പുതിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. രാവിലെ തലയും കൂടെ വരച്ചിട്ടാണ് ഇത് നിൽക്കൂല തുമ്മലി. അതുകൊണ്ടാണ് ഈ തല നനയ്ക്കാത്തത്. ഇപ്പോൾ തണുപ്പ് കാരണമാണ് ഞാൻ ഇപ്പോൾ തുമ്മണത്. അന്നൊക്കെ ചുമന്നു. ഓൾഡ് ടെക്സ്റ്റ് ബുക്കിന് കട്ടിയുണ്ട്, പുതിയ ടെക്സ്റ്റ് ബുക്കിന് കട്ടിയില്ല. എൻ്റെ തന്നെ കട്ടിയില്ല പറഞ്ഞു. സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിനാണെങ്കിലും ഓൾഡ് നല്ല കട്ടിയുണ്ട്. പുതിയത് ഞാൻ നല്ല നോക്കിയായിരുന്നു. പുതിയ കുട്ടികൾ പുതിയ ബുക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പം അവരുടെ ഞാൻ നോക്കി. അപ്പം തീരെ കട്ടിയില്ല. കുറേ ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഞാനമ്മ ഹിസ്റ്ററി പഠിക്കട്ടെ. ഞാൻ പഠിച്ച ബുക്കാണ്. അമ്മ എണീറ്റിട്ട് കുറേ നേരമായി. പക്ഷെ എനിക്ക് വീട്ടിലൊന്നും പറ്റിയില്ല. ഞാൻ പഠിച്ചിട്ടില്ല. ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഹിസ്റ്ററി നല്ല വേസ്റ്റ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഞാൻ ഹിസ്റ്ററി പഠിച്ചുകൊണ്ട് മിസ്സായിരുന്നു. ഉണ്ടാക്കുന്നുണ്ട്. എന്തൊന്നും വന്നില്ല. ഒഴിച്ചിട്ട് കഴിക്കാൻ പോകുന്ന ജലദോഷ ആണോ? രാവിലെ എനിക്കിപ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. അത് ഞാൻ എന്തായിട്ടും നോക്കി. അത് വീഡിയോയിലുണ്ട്. ഞാൻ തലേന്ന് എടുത്തിട്ടില്ല. നല്ല നെയ്യൊക്കെ ഇട്ട് മുരിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ നെയ്യ് കഴിക്കുമ്പോൾ കുറച്ച് സ്വാദം തോന്നും. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് വെറുതെ നെയ്തില്ലായിരുന്നു. എവിടെ ആവശ്യമില്ലാതെ ഞാൻ നെയ്തില്ലായിരുന്നു. കവളയുടെ ദിവസം ഞാൻ പഠിച്ചപ്പോൾ കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നു.
മത്സരം സമാപ്തതയായി. വിശക്കുമല്ലേ വെച്ചാൽ മതി. അപ്പം ഞാൻ ഈ വീട്ടിലൊക്കെ അടച്ചു വെച്ച് മുടിയൊക്കെ കെട്ടുന്നത് കഴിഞ്ഞാലുണ്ട്. മുടി കെട്ടാറുണ്ട് എനിക്ക്. അത് കഴിഞ്ഞിട്ട് സ്കൂൾ ബസ് 8 കുറച്ച് നേരത്തെ വരും കേട്ടോ. ബസ് സാധാരണ 40-45 ആ സമയത്താണ് കഴിഞ്ഞ പ്രാവശ്യം 8:45 ആ സമയത്തൊക്കെ ആയിരുന്നു ബസ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം 8:35 മുന്നേ വന്നെങ്കിലുള്ളൂ. അപ്പൊ ഇന്ന് ഇപ്രാവശ്യം കുറച്ച് നേരത്തെ പോകണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ റെയിൽവേ ഗേറ്റ് ഉണ്ട്. റെയിൽവേ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങൾ വേറെ വഴിയാണ് പോകുന്നത്. അപ്പൊ നേരത്തെ ഇവിടെ നിന്ന് പോകണം. അതുകൊണ്ട് എന്നാലേ അവിടെ കറക്റ്റ് സ്കൂളിൽ കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോകുന്നത്. ഓക്കെ, എനിക്ക് റെഡി ആവട്ടെ. ഫ്രണ്ട്സ്, അപ്പം ഞാനിനി സ്കൂളിൽ പോവാനും ഒരുങ്ങട്ടെ. കുളിക്കട്ടെ, കുളിച്ചില്ല വിലകിട്ടുണ്ട്. എനിക്ക് പിരികോ ഇല്ലാത്തോണ്ടാണ് ഞാൻ സേവ് ചെയ്യണത്. പണ്ടൊന്നിക്ക് തീരെ ഉണ്ടായിരുന്നില്ലല്ലോ അമ്മ പിരികം. എന്നിട്ട് ഞാൻ എന്താ പറയാ കാട്ടുന്നത്, ഞാൻ കട്ടിക്ക് പിരിവെഴുതിയോ. എത്ര 4ാം ക്ലാസ് വരെ കട്ടിക്ക് പിരിവെഴുതില്ലേനോ. ഇപ്പൊക്കെ നാലേക്ക് ഭയങ്കര ക്രിഞ്ച് ബ്രദർ സംഭവിക്കാൻ. ഞാന് ഒരു 2 വർഷമായിട്ട് വാട്ടർപ്രൂഫിന്റെ ഐലൈനർ യൂസ് ചെയ്യാറുള്ളത്. 2 വർഷം. മറ്റേത് ആകെ പരന്ന് അടി കൂടി കറുത്തിരിക്കും. കഴിഞ്ഞു. ഇനി മുടി കെട്ടാൻ നമ്മളെ അമ്മയെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. മുടി കെട്ടി കഴിഞ്ഞു ഗൈസ്. അപ്പം ഇനി ചോറിനെന്താ പറയുക? ചോറിന് ബീഫ് തോരൻ, സാമ്പാർ. വേണമെങ്കിൽ ചോറ് കഴിക്കുകയാണെങ്കിൽ ചോറ് കഴിക്കണോ കഴിക്കണ്ടേന്ന് ചോറ് കഴിച്ചോ. കാരണം ദോശ കഴിച്ചു പോയി കഴിഞ്ഞാൽ വിശക്കും പെട്ടെന്ന്. കാരണം ഉഴുന്നല്ലേ. അനുഭവം കുരു. അപ്പൊ ഇനി എന്താ അടുത്ത പരിപാടി? ഒരുങ്ങി കഴിഞ്ഞോ? പുറത്തൊന്നും നടന്നില്ലേ? പൊട്ട് ഞാന് കഴിഞ്ഞ ഒരു ബ്ലോഗില് കഥ പറഞ്ഞേ പൊട്ടിന്റെ പൊട്ടെടുത്തില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ ദേവുവിന്റെ എന്താ പറയാ സ്കൂളിൽ പോകുമ്പോഴുള്ള ഒരുക്കം. അതെ, ഇനി ID കാർഡ് ഇടണം. വാച്ച് ഡിജിറ്റൽ വാച്ച് ഞാനിപ്പം അമ്മയ്ക്ക് വാങ്ങി തന്നാണ് ഡിജിറ്റൽ വാച്ച്. അപ്പം അതിട്ടാണ് ഞാൻ പോവല്. അതാണെങ്കിൽ കറക്റ്റ് സെക്കൻഡ് അറിയാതെ എല്ലാവരും ചോദിക്കും എത്ര സെക്കൻഡ് എത്ര മിനിറ്റ് അങ്ങനെ. ഞാൻ ആദ്യം ചോദിക്കും ഞാൻ വാച്ച് എടുക്കാം. ഡേറ്റ് 25 ഇതാണ് എന്റെ വാച്ച്. ഞാന് കുറെ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇതേമാതിരത്തെ ചെയിനിന്റെ ഡിജിറ്റൽ വാച്ച് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്നാവശ്യം എനിക്ക് അത് അമ്മ പറഞ്ഞു വീഡിയോ എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞു. എന്താ ഞാനപ്പത്തേനും തുറന്നു നോക്കിയപ്പം മോളുടെ ബർത്ത്ഡേന്റെ മോളുടെ ബർത്ത്ഡേന്റെ അന്ന് മറ്റേ ബർത്ത്ഡേ സെലിബ്രേഷൻ തൂക്കണ സംഭവങ്ങളൊക്കെ വാങ്ങണ ആ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണിത്. ഇതും ഐലൈനറും. അപ്പൊ ഞാൻ ഫാൻസിന്ന് വാങ്ങിച്ചതാണ് കുറഞ്ഞ വിലയുള്ളൂ. 250. അത് മറ്റേ കാസിയോന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ കാസിയോ അല്ല. സി അല്ല ജിയോ ആണ്. അപ്പൊ എനിക്ക് തോന്നി സമയം നോക്കാനാണല്ലോ ഒറിജിനൽ. ഇപ്പൊ ആരാ നോക്കണത്? അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കും. ദിയമോള് വേറെ ഫുഡ് കഴിച്ചിട്ടില്ല. ദിയമോൾക്ക് ഇനിയും ചീത്തായിട്ടൊന്നും തോന്നണ ഭയങ്കര. ദിയമോളാണ് നേരെ വൈകിക്കാറ് വീട്ടില്. അതെ. അപ്പൊ കഴിച്ചോ പോയിട്ട്
ഇങ്ങനെ വേദനിച്ചിട്ട് എന്താ ഇവിടെ ഇങ്ങനെ ശരി അപ്പോൾ ഞാൻ ഒതുങ്ങിയൊക്കെ കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ രണ്ടുപേരും ലഞ്ച് ബോക്സ് റെഡിയാക്കി. ഇനി കറി കൂടെ എടുത്ത് വെക്കാനുണ്ട്. സാമ്പാറാണ്. ഞാൻ അപ്പോൾ തുറക്കണില്ല, എന്നാലും എനിക്ക് അനുഭവം ഉണ്ട് പൊട്ടിത്തെറിച്ച്. മോളിതാ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഞാൻ കാണിച്ചുതരാ. 8:33. എനിക്ക് മോളിവിടെ ഉണ്ട്. എനിക്ക് എവിടെ എന്റെ പൊന്നി എവിടെ പൊന്നി? എനിക്ക് ഇന്നലെ ഗേറ്റിന്റെ പുറത്തു കൂടെയും ഉള്ളിൽ കൂടെയും കയറി ഇറങ്ങി കളിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഇരിക്കുകയാണ്, റെഡിയായി ഇരിക്കുകയാണ്. ഇനി എനിക്ക് ലഞ്ച് ബോക്സ് ബാഗിൽ വെക്കണം, എന്നിട്ട് ബാഗും തൂക്കി പോകണം. അത്രേ ഉള്ളൂ. ഇന്ന് രാവിലെ മഴ പെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. നല്ല മഴ വരുന്നത് നല്ല ചാറുണ്ട് മഴ നല്ലോണം. അതുകൊണ്ട് ഇപ്പം സ്കൂട്ടിക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. വൈകി കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ സ്കൂട്ടിക്കാണ് പോവല്. രാവിലെ ഭയങ്കര കോടമഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എണീറ്റ സമയത്ത് കുറച്ച് 6 മണി 6:15 സമയത്ത് നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. കോടമഞ്ഞ് എന്തൊരു ബ്ലൂ കളറിൽ, പക്ഷേ പുകയല്ല കേട്ടോ കോടമഞ്ഞ്. അല്ല, കോടമഞ്ഞിന് ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു, പക്ഷെ പുകയല്ല കോടമഞ്ഞാണ്. അപ്പൊ ഞാൻ ലഞ്ച് ബോക്സ് എടുത്തു നോക്കട്ടെ. $35.